ഇന്നലെ നമ്മള് ഒരു മീറ്റപ്പ് കൂടി. അപ്പോൾ ഇന്നലെ മൂപ്പറെ സംബന്ധിച്ച് മൂപ്പർ കുറച്ച് വിഷയങ്ങൾ നമ്മളോട് പറഞ്ഞു. അതായത് മൂപ്പർ ഇപ്പൊ അനുഭവിക്കുന്ന കുറെ വിഷയങ്ങൾ, അതായത് മൂപ്പര് കൈകാര്യങ്ങൾ, അതായത് ഷോപ്പിൽ നമ്മൾ ടെക്നീഷ്യൻ ആയിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കുറെ ബുദ്ധിമുട്ടുകൾ. അതായത് നമ്മൾ ഒരു സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ സർവീസിന്റെ ഇടയ്ക്ക് എണീച്ച് പോകുന്ന കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ഷോപ്പ് മൊത്തം മാനേജിങ് കാര്യങ്ങൾ, ഈ പറഞ്ഞ വിഷയങ്ങൾ എന്നെ സംബന്ധിച്ച് 3 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞ അതേ വിഷയം. പക്ഷെ 3 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്തായില്ല, അത്രയും സമയം എനിക്ക് ഡെവലപ്പ് ആവാൻ പറ്റാതെ ഇങ്ങനെ പോയി. അതായത് 3 കൊല്ലം 4 കൊല്ലത്തോളം നമ്മൾ ഡെവലപ്പ് ആവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാ? ഇത് മൊത്തം മാനേജിങ് എൻ്റെ കയ്യിലാണ്. അതായത് സ്പെയർ എടുക്കണം, അതിന് പുറമെ കാര്യങ്ങൾ നോക്കണം, സ്റ്റാഫിനെ നോക്കണം, എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട് കാര്യങ്ങൾ എല്ലാം മൊത്തം മൂപ്പർ ഇന്നലെ പറഞ്ഞ അതേ വിഷയം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇനി ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഇതിലൊന്നും ഇതിനൊന്നും കൈകാര്യം ചെയ്യാതിരുന്നാൽ മാത്രമാണ് എനിക്ക് മാറ്റം വരുത്തുന്നുള്ള മനസ്സിലായതുകൊണ്ട് അതിന് ഒരുങ്ങിത്തിരി. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത് എൻ്റെ സ്റ്റാഫിനോട് തന്നെ എനിക്ക് ഡെവലപ്പ് ആണെന്നുള്ള മട്ടത്തിൽ അവരോട് സംസാരിച്ച്, അപ്പോൾ അവനക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചാൽ അവന് കാര്യങ്ങളെല്ലാം നീക്കിത്താം. അതായത് ഓൻ തന്നെ പറഞ്ഞു എന്നോട് അക്കൗണ്ടിങ് കാര്യങ്ങളും മറ്റുള്ള മാനേജിങ് കാര്യങ്ങളെല്ലാം ഓൻ തന്നെ ചെയ്തോളാം. അതായത് ഇവരിപ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഷോപ്പ് മാനേജിങ്, ഷോപ്പിൽ സ്റ്റാഫിന്റെ കാര്യങ്ങൾ, ബില്ലിങ്, പിന്നെ കസ്റ്റമർ ഡയറക്റ്റ് വിളിക്കൽ, കസ്റ്റമർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കൽ, ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം നമ്മൾ ടോട്ടലി ഒഴിവാക്കി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സിറ്റിങ്ങിൽ ചെയ്യൂ, ഇരിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവായിരിക്കും, കാര്യങ്ങൾ ഓക്കെ. പക്ഷെ നമ്മളൊരു ഷോപ്പിൽ ഇല്ലെങ്കിലും ആ ഷോപ്പ് റൺ ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ റെഡിയാക്കി. അതായത് പുതിയ 1 ഇയറോട് കൂടി പുതിയ സ്റ്റാർട്ട് ചെയ്ത ഷോപ്പിലേക്ക് ഏത് സെറ്റപ്പിലാണോ ഉള്ളത്, അതായത് ഞാൻ അവിടെ നിന്ന് നീങ്ങിയാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കും. ആ സെറ്റപ്പ് നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കോൺഫിഡൻസിൽ വർക്കുമ്പിൽ ഇരിക്കുമ്പോൾ അന്നേരം ഉണ്ടാവും വിളിക്കുന്ന 5D ക്ലാസ് ഒട്ടിക്കുക, അല്ലെ ഡയറക്റ്റ് ഒരു ഓർഡർ ഉണ്ടാവും. അതായത് ഒരു സിസ്റ്റം മൊത്തം ഒരാൾ മാനേജ് ചെയ്താൽ, സെയിൽസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പർച്ചേസിന്റെ സ്പെയർ പർച്ചേസ് എല്ലാം ഒരാൾ മാനേജ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാക്സിമം ഫ്രീ ആണ്. നമ്മളെല്ലാ കാര്യം ഫ്രീ ആണ്, നമ്മളൊന്നും നോക്കണ്ട. ശരിക്കും നമ്മളെ സിറ്റിങ്ങിൽ നമുക്ക് എന്തായി തരും? ഇവര് ഷോപ്പിലെ സ്റ്റാഫുകൾ സാധനങ്ങൾ കൊണ്ടെത്തും. അപ്പൊ അത്രയും കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാനും പറ്റും. ഇത്രയും 3 വർഷം മുമ്പിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ, ഇതുവരെ ചെയ്യാൻ പറ്റാത്ത വർക്കുകളൊക്കെ ഒഴിഞ്ഞു പോയത് ഇതുകൊണ്ടാന്നുള്ളത് അന്നേരം മനസ്സിലായി. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള അനുഭവം. കാരണം അത് അങ്ങനെ ആയത് മെയിനായിട്ട് ഒന്ന്, നമ്മളിപ്പം ഇവിടെ ബന്ധപ്പെട്ട് ബിഫിക്സ് ആയിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ബിഫിക്സിലും സാറോട് ഫസ്റ്റ് ഞാൻ സംസാരിച്ചപ്പോൾ, ഫോണിൽ കൂടി സംസാരിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞത്, ഇത്ര കാലമായിട്ട് എനിക്ക് ഡെവലപ്പ് ആവാൻ പറ്റിയിട്ടില്ല. പറ്റാത്ത എന്തുകൊണ്ടാന്നുള്ളത് സാർ അന്നേ തന്നെ ഫോണിൽ കൂടി ഇങ്ങോട്ട് പറഞ്ഞാണ്. എന്തുകൊണ്ട് എനിക്ക് ഡെവലപ്പ് ആവാൻ പറ്റുന്നില്ല? സ്വന്തമായിട്ട് ഷോപ്പുണ്ട്, സ്വന്തമായിട്ട് പരിപാടികളുണ്ട്, സ്വന്തമായിട്ട് ഐഡിയ ഉണ്ട്, സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യലുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, എവിടെ പോയി പർച്ചേസ് ചെയ്യണം, എന്തെല്ലാം മാനേജ് ചെയ്യണം എല്ലാം അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇനി ഡെവലപ്പ് ആവുന്നില്ല? ഇനി ഓൾ ഇൻ ഓൾ ആണെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇനി ഡെവലപ്പ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം നോക്കും. അതായത് മൂപ്പർ പറഞ്ഞ പ്രകാരം മൂപ്പർക്ക് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റൂല, കാരണം കൊളാക്കും എന്നുള്ള ഒരു ധാരണ. ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് എനക്കെന്തായി, ഒന്ന് മാറി ചിന്തിക്കാനായി. അതിന് എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടിങ് ടീമിൽ നിന്ന്, കാരണം എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് നിജാസ്, ഓന് മൊത്തം മാനേജിങ് ഓൺ ചെയ്തോളും. ഞാൻ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ഇനി ഞാനില്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ എനിക്കൊരു വിഷയമില്ല, ഓൻ മറ്റേ ആളെ കൊണ്ട് കാര്യങ്ങളെല്ലാം നീക്കിക്കോളും. അത് വലിയൊരു ഇൻസ്പിറേഷൻ മെയിനായിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടി. പക്ഷെ വെറുതെ എന്തിനായത് എല്ലാം കൂടി നീ മാനേജ് ചെയ്യുന്നേ? അങ്ങനെ ഇനി മാനേജ് ചെയ്താൽ ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് മെയിനായിട്ട് മനസ്സിലായി.